ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നല്ല വെതറായ കാരണം നമ്മൾ വിചാരിച്ച ഐസ് സ്കേറ്റിങ്ങിന് പോകാമെന്നായിരുന്നു കേട്ടോ. ഞാനിതുവരെ ഐസ് സ്കേറ്റിംഗ് ചെയ്തിട്ടില്ല, അത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഷൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ റേറ്റ് കുറവിന് റെൻറ്റിന് എടുക്കാൻ കിട്ടും കേട്ടോ. ഷൂ ഒക്കെ ഇട്ട് റെഡിയായി ഐസിൻ്റെ മുകളിൽ കാല് വെച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് വീഴ്ചയായിരുന്നു. വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വീഴ്ചയായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം മര്യാദയ്ക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ടൈസിൻ്റെ മുകളിൽ. ഇനിയാണ് ഞാൻ ഈ സ്റ്റൂൾ വാങ്ങിയത്. ഈ സ്റ്റൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും തന്നെയാണ്. ഞാനൊരു 30 മിനിറ്റ് സ്റ്റൂൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ റെൻറ്റിന്. അപ്പോൾ എൻ്റെ ബാലൻസ് ശരിയാവുന്ന വരെ ഞാൻ ഈ സ്റ്റൂൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ സ്കേറ്റ് ചെയ്തത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം സ്കേറ്റ് ചെയ്യാൻ തനിയെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ, സ്റ്റൂളില്ലാണ്ടും. അപ്പോൾ സ്കേറ്റിങ് കുറച്ച് ശരിയായി വന്നപ്പോഴേക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ മേലൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു, കാരണം കുറേ വട്ടം നല്ല വീഴ്ച വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ് ചെയ്ത്. അപ്പോൾ നന്നായി വിശക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചൂടുള്ള പപ്സ് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സ്കേറ്റിങ്ങിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ കിടന്നത് ഓർമ്മയില്ല കേട്ടോ. പെട്ടെന്ന് ഉറങ്ങി.